ബിഗ് ബോസ് സീസൺ 6-ൽ നിന്നും ഗബ്രി പുറത്തുപോയ ഞെട്ടലിലാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും ഉള്ളത്. ആക്റ്റീവായി ഗെയിം കളിക്കുന്ന ഒരാളെന്ന നിലയിലും ബിഗ് ബോസ് വീട്ടിലെ മെയിൻ കണ്ടന്റ് മേക്കർ എന്ന നിലയിലും ഗബ്രി പുറത്താവുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. കാരണം ഓൾറെഡി എവിക്ഷനിൽ വീക്കായ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം ഇതിനു മുൻപ് പുറത്തായ സുരേഷ് കുമാർ, യമുന റാണി, അതുപോലെ നിഷാന, അഭിഷേക് ഇവരൊക്കെ ഒട്ടും ആക്റ്റീവ് അല്ലെന്ന റീസണിലാണ് എലിമിനേറ്റ് ആകുന്നത്. ആ നിലയ്ക്ക് ഒരു ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഗബ്രി എവിക്റ്റ് ആയതും സോഷ്യൽ മീഡിയയിലടക്കം ജാസ്മിൻ കാരണമാണ് അദ്ദേഹത്തിന് എലിമിനേറ്റ് ആകേണ്ടി വന്നെന്ന സംസാരം പൊതുവെയുണ്ട്. ഇപ്പോൾ പുതിയ പ്രൊമോ പുറത്തെത്തിയതും വീടിനുള്ളിലുള്ളവർക്കും ഇതേ അഭിപ്രായമുണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. ഇതേ കാരണത്തിന്റെ പേരിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ അതിഗംഭീര വാക്കുതർക്കമാണ് വീടിനുള്ളിൽ നടക്കുന്നതാണ് പ്രൊമോ പ്രകാരം മനസ്സിലാവുന്നത്. പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നൊന്നായി നിരത്തുന്നതിനിടെ ജിൻഡോ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഗബ്രിയുടെ ഗെയിം പാളാൻ കാരണം ജാസ്മിനുമായുള്ള ചങ്ങാത്തമാണെന്നാണ് ജിൻഡോ പ്രധാനമായി ഉന്നയിക്കുന്നത്. ജാസ്മിൻ കാരണമാണ് ഗബ്രി പുറത്തുപോയതെന്നും അവൻ പോയതിന്റെ സന്തോഷം ജാസ്മിനുണ്ടെന്നും അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായി കളിച്ചിരുന്നേനെ, ജാസ്മിനെ പോലെ ഒരാളുമായി കൂട്ടുകൂടാൻ പോയതാണ് അവന്റെ വിധി എന്നാണ് ജിൻഡോ പറയുന്നത്. ഇത് കേട്ടതും ജാസ്മിനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്ക് എത്തി. അവൻ പോയാലും അവൻ നിന്നാലും എന്റെ മിടുക്കാണ്, കൂടുതൽ സംസാരിക്കേണ്ട എന്നൊക്കെയായിരുന്നു ജാസ്മിൻ ഇതിന് മറുപടി നൽകുന്നത്. പ്രൊമോ പുറത്തെത്തിയതും ജിൻഡോ പറഞ്ഞത് കൃത്യമായ കാര്യമാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കാരണം യാതൊരു കാരണവശാലും ഇപ്പോൾ പുറത്താകേണ്ട താരമായിരുന്നില്ല ഗബ്രി. വിമർശനങ്ങൾ പലതും നേരിടേണ്ടി വന്നെങ്കിലും ഗബ്രിയേക്കാൾ മോശം ഗെയിം കളിക്കുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു. സീസൺ 6-ലെ ഏറ്റവും കൂടുതൽ ടാസ്ക് വിന്നറായ മത്സരാർത്ഥി, സീസണിലെ തന്നെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് മേക്കറിൽ ഒരാൾ, ഏത് ഗെയിമായാലും പ്രോഗ്രാമുകളായാലും ഒട്ടും മടികൂടാതെ ആക്റ്റീവായി ചെയ്യുന്ന ഒരു വ്യക്തി, വന്ന അന്ന് മുതൽ സ്ക്രീൻ സ്പേസ് ലഭിച്ചു. മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് വാക്ചാതുര്യവും പറഞ്ഞു ജയിക്കാനുള്ള കഴിവുമുള്ള വ്യക്തി, ഇവയെല്ലാം ഒത്തിണങ്ങിയ മറ്റൊരു മത്സരാർത്ഥി സീസൺ 6-ലില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഒരു അൺഫെയർ എവിക്ഷൻ എന്ന് തോന്നിയേക്കാം. ജാസ്മിൻ ഗബ്രി ലവ് സ്ട്രാറ്റജിയാണ് ഗബ്രിക്ക് വിലങ്ങുതടി ആയതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. വന്ന പിറ്റേ ദിവസം മുതലുള്ള ലവ് ട്രാക്ക് വലിയ രീതിയിൽ രണ്ടുപേരെയും എഫക്ട് ചെയ്തിരുന്നു. ഒരുമിച്ചിരുന്നുള്ള സംസാരവും അതുപോലെ സ്വകാര്യ നിമിഷങ്ങളും മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ ഇരുവർക്കും ശത്രുത ഉണ്ടാക്കി കൊടുത്തു. ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ ഇരുവർക്കും സാധിച്ചിരുന്നില്ല. എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെ എഫക്ട് ചെയ്യില്ല എന്ന രീതിയിലാണ് രണ്ടുപേരും മുൻപോട്ട് പോയിരുന്നത്. ഇടയ്ക്ക് വെച്ച് ജാസ്മിൻ പുറകിലേക്ക് വലിഞ്ഞുവെങ്കിലും അവിടെയും ഗബ്രി വാക്കുകൾ കൊണ്ട് ജാസ്മിനെ തന്നിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് ഗബ്രിക്ക് പറ്റിയ പ്രധാന മിസ്റ്റേക്ക്. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രി വീട്ടിലുണ്ടാകുമായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോ ഇക്കാര്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ ഇതേ കാരണത്തിന്റെ പേരിൽ വാക്ക് തർക്കങ്ങൾക്കും വഴക്കുകൾക്കും സാധ്യത കൂടുതലാണ്. കാരണം പ്രൊവോക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസും ജിൻഡോ മിസ്സാക്കാറില്ല. ആ നിലയ്ക്ക് വീട് കിട്ടിയ അവസരം ജിൻഡോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് ഉറപ്പാണ്.